സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായതോടെ വലഞ്ഞ രോഗികൾ പ്രതിദിനം ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ആലുവ ജില്ലാ ആശുപത്രിയിൽ പ്രമേഹ രോഗത്തിന്റെ മരുന്ന് പോലും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും സമാനമാണ് സാഹചര്യം. ഇതോടെ രോഗികൾ സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. മോന് വീണ് പോയിട്ട് കാലിന് ഇത് വേണ്ടിയിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് കാണിച്ച് എക്സ്റേ എടുത്തപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ വന്നു. പോലൊന്ന് രാവിലെ വരാൻ പറഞ്ഞു. ഇപ്പോൾ പ്ലാസ്റ്റർ ഇടാൻ വന്നു. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ മരുന്ന് എഴുതുന്നപ്പോൾ മരുന്ന് ഇവിടെ ബാക്കിയൊക്കെ പുറത്തുനിന്ന് വാങ്ങണം. ഈ മരുന്ന് കിട്ടിയിട്ടുള്ളൂ. ഒറ്റ ഗുളിയെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതോടെ ഇവിടെ സ്ഥിരം അങ്ങനെ തന്നെ. ഇവിടെ കിട്ടാനില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എനിക്ക് അസുഖത്തിന് വന്നിട്ട് ഫുൾ ഒരു മരുന്നും കിട്ടിയിട്ടില്ല. 8 കിട്ടിയതിൽ 8 കുറിച്ചതിൽ 2 കിട്ടി. ബാക്കി പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു. പുറത്തുനിന്ന് വാങ്ങാനും പൈസ വേണ്ട, കൈ വേണ്ട. അതിനെക്കൊണ്ട് ഇത് പുറത്ത് വാങ്ങണ കാണിക്കണത് നല്ലത്. അത്യാവശ്യം ഡോക്ടറില്ല, എഴുതി തന്നാൽ പുറത്ത് പോയി ടെസ്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് കാണിച്ചു വന്നപ്പോൾ ഡോക്ടർ നീച്ചു പോകും. 1 മണിയാകുമ്പോഴത്തേക്ക് കിട്ടിയത് ഇത് വേദനന്റെ ഗുളികയാണ് കിട്ടിയത്. വേദന ഒരു കുപ്പി മരുന്ന്, ബാക്കി 6 ഇല്ല. അത് കുറെ ആയി ഇവിടെ അങ്ങനെ. പിന്നെ വേദന്റെ, പിന്നെ ഷുഗറിന്റെ, പിന്നെ കൊളസ്ട്രോളിന്റെ ഒക്കെ പുറത്തേക്ക്. പിന്നെ ബിപിന്റെ ഇവിടുന്ന് കിട്ടി. മരുന്നില്ല എല്ലാം പുറത്തുനിന്ന് വാങ്ങാം. പിന്നെ ഇഞ്ചക്ഷന്റെ മരുന്ന് ചില നേരം കിട്ടും, ചില നേരം കിട്ടും. കുറച്ച് മരുന്ന് അന്ന് 5 ദിവസത്തേക്ക് ഞങ്ങളിവിടെ പിന്നെ PMR ഇതുണ്ടല്ലോ, ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഒരു 5 ദിവസം മരുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത മരുന്നുകളൊക്കെ അവർ പുറത്തേക്ക് എഴുതിയ പൈസ പിന്നെ കിട്ടുന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇതില് 3 വിധം ഉണ്ട്. ഒരു വിധം പുറത്തേക്കുള്ള വേദനന്റെ ഗുളിക. 2 മരുന്ന് എഴുതിയിട്ടുള്ളൂ. അതിലൊരു മരുന്ന് കിട്ടിയിട്ടുള്ളൂ. 1 മരുന്ന് കിട്ടിയിട്ടില്ല. എല്ല് പിന്നെ പൊട്ടിപ്പോയിട്ട് പ്ലാസ്റ്റർ ഇട്ടതാണ്. അധികം മരുന്ന് കിട്ടില്ല. പ്രശ്നം തന്നെയാണ്. പാവപ്പെട്ട നമ്മളിപ്പോ ഇവിടെ ഇല്ലാതെ പൈസ ഉള്ളതാണ് ഇപ്പൊ അവിടെ പോവില്ലേ. പാവപ്പെട്ടായിട്ടല്ല ഇപ്പൊ നമ്മളിവിടെ വരുന്നത്. പാവപ്പെട്ടവർക്ക് കിട്ടാത്ത മരുന്ന് ഇവിടെ കിട്ടിക്കണം. രോഗം മാറാനും മരുന്നിനാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടെ എക്സ്റേ ഇല്ല. 350 റുപ്യ കൊടുത്തിട്ട് എക്സ്റേ പുറത്തു നിർത്തതാ. പാവപ്പെട്ട നമുക്ക് എടുക്കാൻ കഴിയൂട്ട, നമുക്ക് അവിടെ പോയാൽ പോരെ. ഞാൻ ഹാർട്ട് പേഷ്യന്റാ. അപ്പം അത്യാവശ്യമൊക്കെ പുറത്താണ്. ബാക്കിയുള്ളതൊക്കെ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ പുറത്താണ്. അതിൽ 3 കിട്ടിയിരിക്കുന്നു. ഇനി 6 ആണല്ലോ. കാർഡിയോളജിന്റെ അതങ്ങനെ തന്നെ, സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെ ഉണ്ടാവില്ല. ഉള്ളത് കിട്ടും, ഇല്ലാത്ത കിട്ടൂല. 4 2 കിട്ടിയിട്ടില്ല, 2 കിട്ടിയിട്ടില്ല. അത് വേറെ പുറത്തുനിന്ന് വാങ്ങാൻ കുറച്ച് സാധനങ്ങളാണ്. സ്പ്രേ ഒക്കെ ഞാൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു കുളിയെ ഇവിടെ ഇല്ല. ഇത് നമ്മൾ പുറത്ത് വാങ്ങാൻ പറഞ്ഞാ ഇതൊക്കെ പുറത്ത് വാങ്ങിക്കൊണ്ടാണ്. പിന്നെ എന്ത് ഡോക്ടർമാർ ഇത് പരിശോധിക്കുന്നത് ഇവിടെ എന്ത് തുറന്ന ഇത് ഒരു കുളിയില്ല. കഴിഞ്ഞ മാസം വന്നിട്ട് ഇതേമാരെ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. നമുക്ക് ചോറിന്റെ മരുന്നൊക്കെ ഒരുമാരെ വിലയുമുണ്ട് ഇപ്പൊ. മരുന്ന് കിട്ടി. 2 പുറത്തുനിന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്ത മറ്റത് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇവിടെ ഇന്നിപ്പോ ഉണ്ടായില്ല. അത് കാരണം പുറത്തുനിന്ന് എഴുതിയതാണ്. ഇവിടെ മരുന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷ നമ്മൾ വന്നത്. അപ്പൊ ഇവിടെ മരുന്നില്ല. ഇവര് എഴുതി തരണത് ഇന്ന മരുന്നുള്ളൂ, ബാക്കി പുറത്തുനിന്ന് മേടിച്ചോളാം. നമ്മള് എന്തിനാ സർക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ പുറത്തുനിന്ന് മരുന്ന് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ജനങ്ങൾക്ക് വേണ്ടത് സർക്കാർ ഹോസ്പിറ്റലിൽ അല്ലേ? ഇവിടെ പൈസ വേണ്ടല്ലോ. പുറത്തുനിന്നാവുമ്പോ അതിന്റെ ഇരട്ടി പൈസ മിക്കവാറും വാങ്ങേണ്ടി വരും. ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പൈസ ഇല്ലാത്തവരാണല്ലോ കൂടുതലും സർക്കാർ ആശുപത്രികളിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും കോഴിക്കോട് MS അനീഷ് കുമാറും ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആദ്യം അനീഷിലേക്ക് പോവുകയാണ്. അനീഷ്, വലിയ ബുദ്ധിമുട്ടിലാണ് രോഗികൾ. പരിശോധന മാത്രമേ ഈ ആശുപത്രികളിൽ നടക്കുന്നുള്ളൂ. മരുന്ന് വാങ്ങിക്കേണ്ടത് പുറത്തുനിന്നാണ് പൂർണ്ണമായും എന്നാണ് പലരുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് അവസ്ഥ? എന്താണ് ഇതിന് അധികാരികൾ നൽകുന്ന മറുപടി? തീർച്ചയായും നമ്മൾ രാവിലെ കണ്ട നിരവധി രോഗികൾ, അവരിൽ ഒരു 80% ആളുകൾക്കും കാര്യമായ മരുന്ന് ആശുപത്രിയിൽ നിന്നും ലഭ്യമല്ല. ഇതിന് പനിക്കുള്ള മരുന്നായി പാരസെറ്റമോൾ മാത്രമാണ് ഒരു രോഗിക്ക് ലഭിച്ചത്. മറ്റ് അസിത്രോമൈസിൻ പോലുള്ള ആന്റിബയോട്ടിക്കുകൾ, പാൻടോപ്പ് പോലെ ഈ ആന്റിബയോട്ടിക്കുകളോടൊപ്പം നൽകുന്ന നെഞ്ചിരിച്ചിലൊക്കെ അടക്കമുള്ള കാര്യങ്ങൾക്കായി നൽകുന്ന പാൻടോപ്പ് പോലുള്ള ഗുളികൾ, അത്തരം യാതൊരു അനുബന്ധ ഗുളികളോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകളോ ഇല്ലാത്ത ഒരു സാഹചര്യം. ഒരു ആൾക്ക് പൊള്ളൽ ഏറ്റു വന്നിട്ട് പൊള്ളലിന് പരത്താനുള്ള ക്രീം പോലും ഇവിടെ ഇല്ല എന്ന് അറിയിക്കുകയാണ് ചെയ്തത്. പ്രമേഹ രോഗികൾക്കുള്ള മരുന്നുകൾ ഒരാൾക്ക് പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഒപ്പം ഈ ഓർത്തോപീഡിക്സ്, കൈകാലുകൾ ഒടിഞ്ഞ് അല്ലെങ്കിൽ കൈകാൽ വേദനകളുമായി വരുന്നവർക്കൊക്കെ ഉള്ള മരുന്നുകൾ പൂർണ്ണമായും പുറത്തേക്ക് കുറിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം. ഒരാൾ പോലും പൂർണ്ണമായി മരുന്ന് കിട്ടി ഈ നമുക്ക് പിന്നിൽ കാണുന്ന ഫാർമസി കൗണ്ടറിൽ നിന്നും പുറത്തേക്ക് പോയിട്ടില്ല എന്നതാണ് വാസ്തവം.
ഒരു മരുന്ന് പരമാവധി ചിലപ്പോൾ 7 മരുന്നുള്ളവർക്ക് 1-2 മരുന്ന് ലഭിക്കുന്നു, അല്ലെങ്കിൽ 2 മരുന്നുള്ള ആൾക്ക് 1 മരുന്ന് ലഭിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും കുറിപ്പടിയിൽ കുറിച്ച് നൽകിയിരിക്കുന്ന മരുന്നുകളുമായി ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന ഒരാളെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ പല മരുന്നുകൾ സ്റ്റോക്കില്ല എന്ന് മാത്രമാണ് അറിയിച്ചത്. മറ്റ് വിശദാംശങ്ങൾ നൽകാൻ അവർക്ക് നിർവാഹമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും വലിയ മരുന്ന് ക്ഷാമം നിലവിൽ നേരിടുന്നു. വലിയ തുക നൽകി പുറത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും മരുന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ബീച്ച് ആശുപത്രിയിലെ എക്സ്റേ സംവിധാനം തകരാറിലായി കിടക്കുന്നു. ഇത്തരത്തിൽ ഈ എല്ല് സംബന്ധമായ രോഗങ്ങളും ഒക്കെയായി വരുന്നവർ പുറത്തുപോയി അതും 10, 350, 400 രൂപ നൽകി ആ എക്സ്റേ കൂടി പുറത്തുനിന്ന് എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ മരുന്ന് ക്ഷാമം തന്നെയാണ് ഈ ബീച്ച് ആശുപത്രിയിൽ ഉള്ളത്. അതാണ് അനീഷ, ഏറ്റവും ബുദ്ധിമുട്ടുന്നത് നിർധന രോഗികൾ തന്നെയാണ്. കാരണം നേരത്തെ ഒരു ആൾ പ്രതികരിച്ചതുപോലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പൈസ മരുന്നിന് വേണ്ടി നൽകാൻ കഴിയാത്തവരാണ് സർക്കാർ ആശുപത്രികളിലേക്ക് ഓടിയെത്തുന്നത് എന്തെങ്കിലും അസുഖം വരുമ്പോൾ. അവിടെ ചികിത്സ മാത്രം നൽകുകയും ഈ മരുന്നുകളെല്ലാം പുറത്തുനിന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങണമെന്ന് പറയുമ്പോൾ താങ്ങാനാകാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും ഏറ്റവും പൈസ ഇല്ലാത്തവർ അല്ലെങ്കിൽ കയ്യിൽ ചികിത്സ വലിയ ചെലവ് മുടക്കി ചികിത്സ നടത്താൻ കഴിവില്ലാത്ത ആളുകളാണ് തീർച്ചയായും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അവർക്ക് മരുന്ന് പൂർണ്ണമായും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട്. ആ പണം കൊടുത്ത് മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ആളുകൾ നമുക്ക് ഇറങ്ങി വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ആളുകളുടെ അഭിപ്രായം തേടാമായിരുന്നു. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കാരണം ജീവിത ബജറ്റ് വല്ലാതെ കുതിച്ചു വരുന്ന കാലമാണ്. അസുഖങ്ങൾ ഒഴിഞ്ഞ് നേരമില്ലാത്ത ഒരു സാഹചര്യം, ഈ കോവിഡ് പോലുള്ള ഭീഷണികൾ നിരന്തരം വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ പ്രതിമാസ ബഡ്ജറ്റിൽ ഒരു വലിയ തുക ഈ മരുന്നിന് വേണ്ടി തന്നെ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യത്തിലാണ് മരുന്നുകൾ ആശുപത്രിയിൽ നിന്ന് കിട്ടാത്ത. മരുന്ന് വാങ്ങിയിട്ട് വരികയാണോ? അല്ലല്ല, മരുന്നിന് ടോക്കൺ എടുത്ത് വയ്ക്കുക. മരുന്നുണ്ട്, പിന്നെ ചില മരുന്നുകളൊന്നും ഇല്ല, വളരെ മരുന്നൊക്കെ കുറവാണ്. പിന്നെ ചിലത് ഡോക്ടർമാർ എഴുതിയ മരുന്നൊന്നും കിട്ടുന്നില്ല. കാരുണ്യയിൽ വരെ പോയിട്ട് കിട്ടാത്ത, അവിടെയും മരുന്ന് കിട്ടുന്നില്ല. അപ്പം കാരുണ്യയിൽ പോയി അവിടെ മരുന്നില്ല. പുറത്തിൽ 1000-2000 കൊടുത്ത് വാങ്ങേണ്ട മരുന്നാണ്. എന്ത് അസുഖത്തിനുള്ള മരുന്ന്? പിന്നെ ലിവർ കംപ്ലൈന്റ് ആണ്, ലിവറിന്റെ കംപ്ലൈന്റ് ആണ്. മാസം വാങ്ങുന്നതാണ്. ഇവിടെ പിന്നെ ടെസ്റ്റ് ആയാലും എല്ലാം പിന്നെ ഒക്കെ പരിതാപകരമാണ് ഇപ്പോഴത്തെ സ്ഥിതി. കാരണം ഇതുവരെ ഫ്രീ ആയിട്ട് ടെസ്റ്റ് നടത്തിയൊക്കെ ഇപ്പോൾ BPL കാർഡിന് പകുതി പൈസ ഈടാക്കിക്കൊണ്ടാണ് ടെസ്റ്റ് വരെ നടത്തുന്നത്. മരുന്നുകൾ ചില ആദ്യമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്നാണ് ഇപ്പോൾ കിട്ടാതാകുന്നത്. ഇവിടെ പെട്ടെന്ന് ഇല്ലാതാകുന്നത്. ഇപ്പം പിന്നെ 3 മാസമായി പുറത്തുനിന്നും മരുന്ന് വാങ്ങുന്നത്. സ്ഥിരമായിട്ട് പിന്നെ 10 ഗുളികക്ക് 500 രൂപ വില വരുന്ന 10 ഗുളിക 500 രൂപ വരുന്ന ഗുളിക പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത് പിന്നെ കാരുണ്യം എന്നാണെങ്കിൽ 380 രൂപ വില വരുന്നുണ്ട്. അത് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടായിരുന്നതാണ്. അപ്പോൾ 2-3 മാസം കാരുണ്യയിലും ഇല്ല. അപ്പോൾ ഈ പുറത്തുനിന്ന് വാങ്ങണം 520 രൂപേന്റെ പുറത്ത് കൊടുക്കണം പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ. 350 കാരുണ്യം കിട്ടിയാണ്, അത് കാരുണ്യയിലും ഇല്ല. ഇപ്പോൾ അവിടെ പോയി അവിടെ ഇല്ല. ഇവിടെ ഇനിയിപ്പോൾ ഒരു പിന്നെ ഇതിന്റെ ഗ്യാസിന്റെ ഗുളികയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ക്യൂ നിൽക്കുന്നത്, ടോക്കൺ എടുത്ത് നിൽക്കുന്നത്. ഗ്യാസിന്റെ ഗുളിക മാത്രം? ഗ്യാസിന്റെ ഗുളികയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ടോക്കൺ എടുത്ത് നിൽക്കുന്നത്. എത്ര ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് പോയി നിന്നാൽ? ടോക്കൺ എടുത്തിട്ട് ഇപ്പം പിന്നെ 658 ടോക്കൺ നമ്പർ ഉള്ളത്. ഇപ്പോ പിന്നെ 518 ആയിട്ടുള്ളൂ. എത്ര നേരം ടോക്കൺ ഒന്ന് ക്യൂ നിന്നാലും കിട്ടുക? ക്യൂ നിന്നാലും ഗ്യാസിന്റെ ഗുളിക മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കിട്ടാനില്ല. അതെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാം. കാരണം മറ്റുള്ള അത്രയും വില ഉള്ള ഗ്യാസിന്റെ ഗുളികെങ്കിലും വാങ്ങാം. 50 രൂപ കിട്ടില്ല, അത് കാത്തിക്കേട്. അതാണ് ഒരു സാധാരണക്കാരനായ രോഗിയുടെ വാക്കുകളാണത്. കാരണം ഗ്യാസിന്റെ ഗുളിക മാത്രമാണ്. അദ്ദേഹത്തിന് നീണ്ട പട്ടിക ഉണ്ടെങ്കിലും ആ മരുന്നുകളൊന്നും ഇവിടെ ലഭ്യമല്ല. അതിൽ ലഭ്യമാവാനുള്ളത് ആ ഗ്യാസിന്റെ ഗുളികയാണ്. അത് 10, 20, 30 രൂപയായിരിക്കും വില. പക്ഷേ അങ്ങനെയെങ്കിലും അത്രയും പൈസയെങ്കിലും ലാഭിക്കാൻ അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. മരുന്ന് വാങ്ങിയോ? ഇല്ല, കിട്ടിയില്ല. 545 ടോക്കൺ ഇട്ടത്. രാവിലെ വന്നിക്കണ്. അവിടെ OP ഷീറ്റ് എടുക്കാൻ തന്നെ കുറേ ആൾക്കാർ. പിന്നെ കാണിക്കാൻ എത്തുമ്പോഴത്തേക്ക് ഡോക്ടർ പറയും ടൈം കഴിഞ്ഞു പോയി എന്ന് പറയും. അത്രയും നേരം OP ഷീറ്റിന്റെ അവിടെ ഒന്നും ഒരു ഇതില്ല. പിന്നെ അന്വേഷിച്ചിട്ട് പിന്നെ OP ഷീറ്റ് കുട്ടികളൊക്കെ കാണിക്കണേ വേറെ മാറ്റിക്കുന്നു. ഒക്കെ അന്വേഷിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് ടിക്കറ്റ് കഴിയും. 120 ടിക്കറ്റൊക്കെയാണ് ഇവിടെ പിന്നെന്താണ് അവിടെ കൊടുക്കുന്നത് ENTയിൽ. പിന്നെ പനീൻ്റെതൊക്കെ ഇപ്പോൾ കിട്ടി. പക്ഷെ കാണിക്കാൻ എത്തുമ്പോഴത്തേക്ക് ഒരു പറയും ഇപ്പൊ എന്റെ കണ്ണിന്റെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ടൈം കഴിഞ്ഞു. മരുന്ന് ഒരു മരുന്നേ പുറത്തേക്കുള്ളൂ. അധികം വന്നാലും ഇപ്പൊ ഉണ്ട് മരുന്നുണ്ട്. അധികം വന്നാൽ ഒന്നേ ഉണ്ടാവും ഇവിടെ, ബാക്കി പുറത്തുനിന്ന്. ഇതിപ്പോ പനീൻ്റെത്. അതുകൊണ്ട് ഇപ്പൊ ക്യൂ നിന്നാലും നഷ്ടമില്ല. ഇല്ല,
അതാണ് അവർക്ക് ഈ രോഗിക്കുള്ള മരുന്നിൽ ഒരു മരുന്ന് മാത്രമേ കിട്ടാനുള്ളൂ, ബാക്കി പൂർണ്ണമായും ഉണ്ടെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്നു. നമുക്ക് മുന്നിൽ കണ്ട കുറച്ച് രോഗികളുണ്ട്, അവർക്ക് ആർക്കും ഒരു മരുന്നും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കൗണ്ടറിൽ നിന്ന് ഇറങ്ങി വരുന്ന കിട്ടിയോ ചേട്ടാ? മരുന്നൊക്കെ കിട്ടിയോ? ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഇല്ല. ഇല്ലേ? എന്തിനുള്ള മരുന്നായിരുന്നു? ഈ പട്ടിക നമുക്ക് നോക്കിയാൽ കൃത്യമായ അതിന്റെ വിവരം കാണാം. ടാബ്ലറ്റ് മോക്സ്പ്ലേവ് ആണ് ആദ്യം കാണുന്നത്. അങ്ങനെ ഒരു കൂട്ടം മരുന്നുകളാണ് 1, 2, 3, 4 മരുന്നുകൾ ഈ ചുവന്ന ഗുണനം ചിഹ്നം ഇട്ടിരിക്കുന്ന 4 മരുന്നുകൾ കൂടെ അല്ല, മറ്റ് 5, 6, ഇതിൽ മൊത്തം 5, 6 മരുന്നുകളുണ്ട്. അതിൽ 4 എണ്ണവും പുറത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അസുഖം? എന്തായിരുന്നു? കാലില് നീര് വന്നതാ. കാലിലെ നീര്. അത് കുറെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ എല്ലാം സ്കാനിങ് ഒക്കെ പുറത്തേക്ക് ആക്കി. എല്ലാം പുറത്തേക്ക്. എക്സ്റേ ഒക്കെ പുറത്ത് തന്നെ. നല്ല പൈസയിലും ആയിരിക്കുമല്ലോ. 5000 രൂപ വാങ്ങാനും നല്ല പൈസ ആയിരിക്കുമല്ലോ. 300, 400 ഒക്കെയാണ്. അദ്ദേഹം ഈ കാലിന് വേദനയായിട്ട് വന്നതാണ്, അഡ്മിറ്റാണ്. പൂർണ്ണമായും മരുന്നുകൾ പുറത്തേക്ക് വാങ്ങേണ്ട അവസ്ഥ, ഒപ്പം സ്കാനിങ്ങും എക്സ്റേ അടക്കമുള്ള മുഴുവൻ ടെസ്റ്റുകളും പുറത്തേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ. അങ്ങേയറ്റം ആശുപത്രിയിൽ കയറിയാൽ കുടുംബ ബജറ്റ് താളം തെറ്റുന്ന ഒരു കടക്കാരനാവുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ആളുകൾ പറയുന്നത് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇനിയും ആളുകളുണ്ട്. എല്ലാവർക്കും ഏതാണ്ട് ഈ സമാനമായ അനുഭവങ്ങൾ തന്നെയാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഒരാൾക്ക് മാത്രമാണ്. അതെ അനീഷ്, അതാണ് ദുരിതം മാത്രമാണ് അവിടെ നിന്ന് കേൾക്കാനുള്ളത്. എന്തായാലും അനീഷിലേക്ക് ഞാൻ വരാം. കൊച്ചിയിലേക്ക് ഒന്ന് പോകുന്നു. കൊച്ചിയിലും സ്ഥിതി മറ്റൊന്നല്ല എന്നുള്ളതാണ്. നവമി ദിനേശ് ചേരുന്നു. നവമി, എന്താണ് അവിടുത്തെ അവസ്ഥ? അശ്വതി, അനീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് എറണാകുളത്തെയും അവസ്ഥ. സർക്കാർ ആശുപത്രികളിലൊന്നും കൃത്യമായി മരുന്ന് ലഭിക്കുന്നില്ല. ആളുകളെല്ലാം, പ്രത്യേകിച്ച് വയോധികരടക്കമുള്ളവർക്ക് ആണ് ഇത്തരത്തിൽ മരുന്ന് ലഭിക്കാത്തത്. നമ്മൾ നേരത്തെ ആളുകളുടെ പ്രതികരണത്തിലൊക്കെ കേട്ടതുപോലെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പുറത്തുപോയി മരുന്ന് വാങ്ങാനാണെങ്കിൽ ഇരട്ടി വില കൊടുക്കേണ്ടി വരും, വിലകൾ കൂടി മരുന്നുകൾക്ക്. അതിനുള്ള സാമ്പത്തികമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. നമുക്കിവിടെ ആൾക്കാരോട് പ്രതികരണം ചോദിക്കാം. ചേച്ചി, മരുന്ന് മേടിച്ചോ? മരുന്നിന് ആള് നിപ്പുണ്ട് ഇവിടെ. ചൂവാണ്. എല്ലാം ഉണ്ടോ? എല്ലാം ഇല്ല, മരുന്ന് എല്ലാം ഇല്ല. ഈ ഷുഗറിന്റെ തരും ഇവിടെ, അത് മാത്രമേ ഉള്ളൂ. ചേച്ചി, മരുന്ന് ഉണ്ടോ ആശുപത്രി? മരുന്ന് മിക്കതും ഇല്ലെന്നാണ് പറയണത്. പുറത്തുനിന്നൊക്കെ മേടിക്കാൻ പറയും. അങ്ങനെയാണ് ഇവിടുത്തെ എന്തൊക്കെ. അതാണ് അശ്വതി അവസ്ഥ. മണിക്കൂറുകൾ ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട് അതിനുശേഷം ക്യൂ നിന്ന് ഫാർമസിയിൽ എത്തുമ്പോഴായിരിക്കും അറിയുന്നത് മരുന്നില്ല. മരുന്ന് പുറത്തുനിന്ന് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കേണ്ട അവസ്ഥയാണ്. ചേച്ചി, എന്താ പറയുന്നത്? ഗുരുതരമായിട്ടൊക്കെ ഈ മുറിവൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിനൊക്കെ അവർ ചെയ്യുള്ളൂ. ഇന്ന് അഴിച്ചെങ്കിൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ തുറന്ന് നോക്കണം. ചിലപ്പോൾ പഴുത്തിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പോണതാർക്കാൻ ഞങ്ങൾക്കല്ലേ. അങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പോലും നിവർത്തിയില്ലാതെ ഞങ്ങൾ ഇവിടെ നിൽക്കുക. അങ്ങനെ മരുന്ന് പോലും, അതായത് വളരെ നിർധനരായ കുടുംബത്തിൽ നിന്നുള്ളവർ ഒക്കെയാണ് ഇവിടെ ആശുപത്രിയിലേക്ക് വരുന്നത്. അവർക്ക് പോലും കൃത്യമായിട്ടുള്ളൊരു മരുന്ന് മേടിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. ഇത് എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ജനറൽ ആശുപത്രിയിലെ മാത്രം സ്ഥിതിയല്ല. ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് പോയാൽ അവിടെ പ്രമേഹ രോഗത്തിന് മാത്രം മരുന്നില്ല, പ്രമേഹ രോഗത്തിന്റെ മരുന്നില്ല എന്നാണ് അവിടെ അറിയിക്കുന്നത്. ആശുപത്രി ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോൾ അവർക്കായി മരുന്ന് താൽക്കാലികമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് എത്ര നാളത്തേക്ക് നൽകാനാകുമെന്നുള്ളൊരു ഉറപ്പ് ആശുപത്രിയിൽ നിന്നും നൽകുന്നില്ല. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലാണെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് കീമോയ്ക്ക് ശേഷമുള്ള മരുന്ന് ഇല്ല. അതിനായി അവർ കളമശ്ശേരിയിലേക്കോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ ഒക്കെ പോകും. ശരി, അതാണ് കൊച്ചിയിൽ നിന്നും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. രോഗികൾ വലിയ ദുരിതത്തിലാണ്. മരുന്ന് അവിടെ നിന്ന് ലഭിക്കുന്നില്ല. പ്രമേഹ രോഗത്തിനുള്ള മരുന്നുകൾ പോലും ലഭിക്കുന്നില്ല. പുറത്തുനിന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങാനാണ് അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം. നിർധനരായ രോഗികൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. കോഴിക്കോടും എറണാകുളത്തും നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.